ആളുകൾ ഇവിടെ പുലിക്കളി കാണാവുന്നതാണോ? എവിടുന്ന? കൊടകര. എല്ലാവരും കാണാനായിട്ട് എല്ലാ വർഷവും വരുന്നുണ്ടോ? മീഡിയ വണ്ണിന് ലൈവ് എല്ലാ വർഷവും കാണാൻ വരാറുണ്ട്? കാണാൻ വരാറുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും ഈ പുലിക്കളി ആസ്വദിക്കാനും കാണാനുമാണ് വരുന്നതെന്നാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ ഒരു നിശ്ചല ദൃശ്യം കാണാം. ലഹരിക്കെതിരെയുള്ളതാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മനോഹരമായ ചൂടുകളുമായിട്ട് ഇത്തരത്തിൽ പുലികൾ അല്പസമയത്തിനകം തന്നെ റൗണ്ടിലേക്ക് ഇറങ്ങുന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ, അത് പ്രായഭേദമന്യേ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇത്തവണ പുലിക്കളിക്കും അത്തരത്തിൽ തന്നെ കുഞ്ഞു പുലികൾ ഉൾപ്പെടെയുള്ളവർ. നമ്മൾ നേരത്തെ ഒരു 1ാം ക്ലാസ്സുകാരിയായ ഒരു കുഞ്ഞിന്റെ പുലിക്കളി കണ്ടിരുന്നു. അത്തരത്തിൽ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള പുലികൾ 16 വർഷം അല്ലെങ്കിൽ 20 വർഷമായി പുലിക്കളി ചെയ്യുന്ന ചേട്ടന്മാരുൾപ്പെടെയുള്ള പുലികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പുതുതായി വരുന്ന ആളുകളുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഈ വളരെ വർണ്ണാഭമായി വളരെ ആഘോഷമായി തന്നെയാണ് ഇന്നത്തെ ഈ പുലിക്കളിയെ ഈ തൃശ്ശൂർ നഗരം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ റൗണ്ടിന് ചുറ്റും നിറയെ ആളുകളാണ്, ഈ റോഡ് സൈഡിൽ നിറയെ ആളുകളാണ് പുലിക്കളി കാണാനായി നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഓരോ ദേശത്തെയും പുലികൾ ഇങ്ങോട്ടേക്ക് വരും. 35 മുതൽ 50 പുലികൾ വരെ ഓരോ ദേശത്തും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ചില സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അവർ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സർപ്രൈസുകൾ എന്നുള്ളതും അതോടൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ ചില സർപ്രൈസുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തെല്ലാമാണ് ആ സർപ്രൈസുകൾ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പുലികൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങും. എല്ലാ കണ്ണും കാതും ഇനി തൃശ്ശൂർ റൗണ്ടിലേക്ക് ആണ് ഉള്ളത്. അമൃത. ജംഷീർ, അതുപോലെ തന്നെ എല്ലാ തവണയും നമ്മൾ കാണുന്നതാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ സെലിബ്രിറ്റീസും സിനിമാ താരങ്ങളും ഒക്കെ പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ വന്ന് കാണാറുണ്ട് പുലികളി. ഇത്തവണയും എത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ചില ആളുകൾ, ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെയാണ് ഫ്ളാഗ് ഓഫ് നടക്കുന്നത്. മന്ത്രി രാജനാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തുന്നുള്ളതാണ്. നേരത്തെ 4 മണിയോട് കൂടി റൗണ്ടിലേക്ക് പുലികൾ കയറുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരല്പം വൈകിയിട്ടുണ്ട്. പക്ഷെ ഒരല്പം വൈകിയിൽ പോലും ആവേശത്തിനൊട്ടും കുറവ് വന്നിട്ടില്ല. ആളുകളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. കോർപ്പറേഷൻ ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. അതിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. ആ ചടങ്ങിലേക്ക് ചില അതിഥികൾ എത്തുന്നുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അവർ എത്തുമ്പോൾ മനസ്സിലാവുന്നതാണ് കരുതുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിജനമായി കിടക്കുന്ന ഈ റൗണ്ട് അല്പസമയത്തിനകം തന്നെ വർണ്ണാഭമായ പുലികളെ കൊണ്ട് നിറയും. മനോഹരമായ ചുവടുകൾ വെച്ചുകൊണ്ട് താളത്തിനൊപ്പം അരമണികൾ കിലുക്കിക്കൊണ്ട് കുടവാർ കുലുക്കിക്കൊണ്ട് അവർ ചുവട് വെച്ചുകൊണ്ട് ഈ നഗരത്തെ വർണ്ണാഭമാക്കാൻ പോവുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംഘങ്ങൾ, ഓരോ ദേശങ്ങളും 9 ദേശങ്ങളും ഇങ്ങോട്ടേക്ക് കടക്കും. പിന്നീട് കൺകുളിർമയുടെ വസന്തം തീർത്തുകൊണ്ടുള്ള വർണ്ണാഭമായ പുലിക്കളിയുടെ കാഴ്ചകളായിരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുക. അമൃത. ചെറിയ ജംഷീർ തുടരുക. ജംഷീറിലേക്ക് മടങ്ങിയെത്താൻ വരും സമയങ്ങളിലും. ഏതായാലും പുലികളിക്കായി പുലികൾ ഇറങ്ങുകയാണ് അവിടെ. ഇപ്പോൾ 9 സംഘങ്ങളാണ്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 9 സംഘങ്ങളാണ് ഇത്തവണയും പുലികളിക്കായി ഇറങ്ങുന്നത്. അവിടെ ആദ്യത്തെ ദേശം ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ 9 സംഘങ്ങളിലായി 450-ലധികം പുലികൾ, കുട്ടിപ്പുലികളുണ്ട്, പെൺപുലികളുണ്ട്, കരിമ്പുലികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ ഇതാ പുലികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് ഓരോ ദേശങ്ങളായി എത്തിത്തുടങ്ങും. അവിടെ ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചടങ്ങൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. ഈ സംഘങ്ങൾ എത്തിയാൽ ഉടനെ തന്നെ ഫ്ളാഗ് ഓഫ് കർമ്മം നടക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിശ്ചല ദൃശ്യങ്ങളാണ്. ഈ പുലികളി ഒപ്പം തന്നെ വിവിധതരം ടാബ്ലോയിഡുകൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പുലികളി സംഘവും ഇത്തരത്തിലുള്ള നിശ്ചല ദൃശ്യം പ്രദർശിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഇവർക്ക് ഈ ചാമ്പ്യൻ പട്ടത്തിലേക്ക് കടക്കാൻ, 1ാം സ്ഥാനത്തിലേക്ക് കടക്കാനുള്ള ഒരു കാര്യമാകുന്ന തന്നെയാണ് ഇത്തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാണ് പൂരനഗരി ഉള്ളത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലെ ജനങ്ങൾ ആഘോഷിക്കുന്നത് ഈ തിരുവോണം കഴിഞ്ഞുള്ള ദിവസത്തെ ഈ ഒരു പുലികളി തന്നെയാണ്. നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാക്കിക്കൊണ്ട് നിരവധി പുലികൾ ഇറങ്ങുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ദേശങ്ങൾ തയ്യാറായി കഴിഞ്ഞു. 9 ദേശങ്ങളും തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഓരോ ദേശങ്ങളായി സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അവിടെ നിന്നുള്ള താളമേളങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ദൃശ്യങ്ങളിലേക്ക്.